പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളകളിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. രാവിലെ 6:30 വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടന്നു. നവംബർ 8, 9 തീയതികളിലായാണ് കപ്പേളയിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് പന്തൽ കാൽനാട്ടുകർമ്മം നടത്തി. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 4, 5, 6, 7 തീയതികളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ നിർവഹിച്ചു. പൊന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പന്തൽ കമ്മിറ്റി ചെയർമാൻ അസീസ് മന്നലാകുന്ന, സ്കൂൾ മാനേജർ RP ബഷീർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു VB, സംഘാടക സമിതി ജനറൽ കൺവീനർ സജിത്ത് V, വൈസ് പ്രിൻസിപ്പൽ ജോഷി മാസ്റ്റർ, VHSC മേധാവി ഷീൻ മാസ്റ്റർ, പന്തൽ കമ്മിറ്റി കൺവീനർ മുബാറക് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് AS, പഞ്ചായത്ത് മെമ്പർ മുജീബ് റഹ്മാൻ, OSA പ്രസിഡന്റ് ഷബീർ, മറ്റ് കമ്മിറ്റി കൺവീനർമാർ, ഭാരവാഹികൾ, PTA കമ്മിറ്റി മെമ്പർമാർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിലെത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നിർമ്മാണം ആദ്യഘട്ടത്തിന് തുടക്കമായി. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാനപാത ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ നവീകരണം തുടങ്ങി. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് RKI 63.79 കോടി രൂപയാണ് പാതയുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 2-നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പാത നവീകരണം ഉദ്ഘാടനം നടത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ റോഡ് സർവേ വിഭാഗം സർവേ തുടങ്ങി. റോഡിന്റെ അഴുക്കുചാൽ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. തൃശൂർ ജില്ലാതിർത്തിയായ തണത്ര പാലത്തിന്റെ സമീപത്തു നിന്നാണ് നിർമ്മാണം തുടങ്ങുന്നത്. റോഡിന്റെ ഇരുവശത്ത് വ്യക്തികളുടെയും കെട്ടിടങ്ങളുടെയും റോഡിലേക്കുള്ള തള്ളിക്കയറ്റം നിരവധിയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. കയ്യേറ്റം നടത്തി നിർമ്മിച്ച കെട്ടിടങ്ങളും ഷെഡുകളും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് KSTP ഉദ്യോഗസ്ഥർ നിരവധി പേർക്ക് നോട്ടീസ് നൽകി. ആൾ താമസമില്ലാത്ത ഷെഡുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് അറിയിപ്പെഴുതി നോട്ടീസ് പതിച്ചു. ചാലിശ്ശേരി ക്ഷേത്രം മുതൽ കൂറ്റനാടിനും കൂട്ടുപാതയ്ക്കുമിടയിൽ നിരവധി താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു നീക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തികൾ വലിയ കെട്ടിടങ്ങളോട് ചേർന്ന് താൽക്കാലികമായി ഇറക്കിയ ഷെഡുകൾ എവിടെയും പൊളിച്ചു നീക്കിയതായി കാണുന്നില്ല. കച്ചവടം നിർത്തിപ്പോയ പല കെട്ടിടങ്ങളുടെയും മുൻഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. KSTPയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ 28 ഓവുപാലങ്ങൾ പുതുക്കി പണിയും. ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകൾ ഉണ്ടാകും. കാത്തിരിപ്പ് കേന്ദ്രം, പുതിയ ബസ് ബേകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2026 തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. പന്താവൂർ പാലം കാഞ്ഞിയൂർ തരിയത്ത് റോഡിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നവംബർ 5-ന് നടക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘത്തിന്റെ ചെയർപേഴ്സണായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസറിനെയും കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരുണാകരൻ പെരുമുക്കിനെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ പൊന്നാനി ഏരിയ സെക്രട്ടറി T സത്യൻ, P വിജയൻ, VV കുഞ്ഞുമുഹമ്മദ്, വാർഡ് മെമ്പർ KV അബ്ദു ഹാരിസ് എന്നിവർ സംസാരിച്ചു. 3.75 കോടിയിലധികം രൂപ ചെലവിൽ നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് വികസനത്തിന് ഫണ്ട് അനുവദിച്ചത്.
പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. ചാലിശ്ശേരി ഗ്രാമത്തിൽ വളർന്നുവരുന്ന യുവതലമുറയ്ക്ക് ഫുട്ബോൾ രംഗത്ത് മികച്ച പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പ് ചടങ്ങ് ആവേശഭരിതമായി. GCC അക്കാദമിയിലൂടെ ഫുട്ബോൾ രംഗത്ത് മികച്ച താരങ്ങളെ വളർത്താനുള്ള കൂട്ടായ പരിശ്രമത്തിന് നാടൊന്നാകെ പിന്തുണ നൽകിയതോടെ ക്ലബ്ബ് പുറത്തിറക്കിയ എല്ലാ കൂപ്പണുകളും വിറ്റഴിച്ച അപൂർവ നേട്ടം ക്ലബ്ബിന് സ്വന്തമായി. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ക്ലബ്ബ് രക്ഷാധികാരി K. ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, സുജിത, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, രാഷ്ട്രീയ നേതാക്കളായ KC കുഞ്ഞൻ, യൂസഫ് പണിക്കവീട്, KA പ്രയാൻ, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ബാബു P. ജോർജ്, സഹയാത്രാ സെക്രട്ടറി TA രണദിവെ എന്നിവർ പ്രസംഗിച്ചു. സമ്മാന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിൽപ്പന നടത്തിയ അക്കാദമി താരം നിഹാൽ ഹുസൈനിനെ ഷൗക്കത്ത് അറക്കൽ ദുബായ് സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡ് നൌഷാദ് മുക്കൂട്ട നൽകി അനുമോദിച്ചു. ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും അക്കാദമി താരങ്ങളും ചേർന്ന് നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പിൽ 3365, 2878, 1857 എന്നീ നമ്പറുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 1ാം സമ്മാനമായി ഇലക്ട്രിക് ബൈക്ക്, 2ാം സമ്മാനമായി LED TV, 3ാം സമ്മാനമായി സൈക്കിൾ എന്നിവയും കൂടാതെ 4 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് മുക്കൂട്ട നന്ദിയും പറഞ്ഞു. നവീകരിച്ച അംഗനവാടി നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ മോനുട്ടി മുസ്ലിയർ സ്മാരക അംഗനവാടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. അംഗനവാടിക്ക് മുകളിലായി ഒരു നില കൂടി കെട്ടിടം പണിത് കോൺഫറൻസ് ഹാൾ സജ്ജീകരിക്കുകയും അംഗനവാടിക്ക് ചുറ്റും ടൈൽ പതിപ്പിക്കുകയും സൗകര്യപ്രദമായ കിച്ചനും ബേബി ഫ്രണ്ട്ലി ബാത്റൂമും ഉൾപ്പെടെ പണിത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം AV അബ്ദുൽ ഗഫൂർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TR ഖാദർ, CK സിദ്ദിഖ്, ഷാഹുൽ ഹമീദ് ചിന്നക്കൽ, പണ്ടാരി മുഹമ്മദ് ഉണ്ണി, PK ഷറഫുദ്ദീൻ, പഴൂർ റസാഖ്, ലത്തീഫ് അറക്കൽ, ആശാ വർക്കർ അജു, ഹെൽപ്പർ ഹാഫിള, ADS ഖദീജ, ALMC അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് മെമ്പർ TR ഇബ്രാഹിം സ്വാഗതവും ഭാരതി ടീച്ചർ നന്ദിയും പറഞ്ഞു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്.
കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലെ രാമപുരം വാർഡിൽ മിഴിയോരം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ പഞ്ചായത്ത് അംഗം ഖദീജ ടീച്ചർ, റസാഖ്, റോയ് വർഗീസ്, അഷറഫ് മാമ്പുള്ളി, ബഷീർ മാമ്പുള്ളി എന്നിവർ നൽകിയ അപേക്ഷ പരിഗണിച്ച് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ തന്റെ ഓണറേറിയം ഉപയോഗിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. മിഴിയോരം റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിലൂടെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നടപടിയും സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭയിലെ CPM ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ മുൻ DCC പ്രസിഡന്റ് O. അബ്ദുൾ റഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജാഥ ക്യാപ്റ്റന്മാരായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CI ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് എന്നിവർക്ക് പതാക കൈമാറി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മുൻ UDF കൺവീനർ K. നവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധയിടങ്ങളിൽ ജാഥ പര്യടനം നടത്തി വൈകിട്ട് പുത്തൻ കടപ്പുറത്ത് സമാപിക്കും. നാളെ വൈകിട്ട് പുന്ന സെന്ററിൽ ജാഥ സമാപിക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം മെയിൻറ്റോന്റ് സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിപ്പെരുന്നാൾ വർണ്ണാഭമായി. പരുമല മാർ ഗ്രിഗറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മപ്പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു. വൈകിട്ട് 6:55 ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. വൈകിട്ട് 7 മണിക്ക് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ സ്റ്റെഫാനൂസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി റാസയും ഉണ്ടായി. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ രാത്രി പെരുന്നാളാഘോഷം ആരംഭിച്ച് പ്രദക്ഷിണം നടത്തി. പുലർച്ചെയോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 6 കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടായി. രാവിലെ 7:30 പ്രഭാത നമസ്കാരവും എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനായി 3 കുർബാനയും നടന്നു. തുടർന്ന് പരുമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടായി. ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ദേശം ചുറ്റി പള്ളിയിലെത്തിച്ചേർന്നു. ബാൻഡ് വാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പുകൾക്ക് പേരുകേട്ട ഗജവീരന്മാർ അകമ്പടിയായി. വൈകിട്ട് 6 മണിക്ക് നടന്ന റാസായ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് K. ബർസൗമ, കൈസ്ഥാനി TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കൊരട്ടിക്കര പ്രദേശങ്ങളിൽ 2 വർഷത്തോളമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം നടത്തി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ KS പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ അനിത അശോകൻ, MN നിർമ്മല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M ബാലാജി, PK ദേവദാസ്, പ്രതീഷ്, MN മുരളീധരൻ, KH ഷാജി, സുധീർ കുമാർ, വിജിത് കുമാർ, ട്രസ്റ്റ് ഭാരവാഹികളായ സജീവ് നായർ, ശശികുമാർ, രാജൻ, മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടാക്കമ്പൽ പാലാട്ടുമുറിയിൽ യുവാവിന് കുത്തേറ്റു. കാട്ടാക്കമ്പൽ പാലാട്ടുമുറി സ്വദേശി ഷിജുവിനാണ് കുത്തേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കാട്ടാക്കമ്പൽ പാലാട്ടുമുറിയിൽ വെച്ചാണ് കുത്തേറ്റത്. സുഹൃത്തുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു.
പുറത്ത് കത്തികൊണ്ടുള്ള കുത്തേറ്റ യുവാവിനെ കാട്ടാക്കമ്പൽ EMS സ്മാരക സ്പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. Zone distributor Roja Agencies Kunnamkulam. Phone 9446145776 9446145778. പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് സ്ക്രോപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. പരിസരത്തെ നിരവധി വീടുകളിലേക്കും തീ ആളിപ്പടർന്നു. വീട്ടിലുള്ളവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. വിവിധയിടങ്ങളിൽ നിന്നുമുള്ള 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കാരക്കാട് ശ്രീ കടപ്പറമ്പത്തുകാവ് റോഡിൽ ഫ്രിഡ്ജ് പൊളിക്കുന്ന ഗോഡൌണിലാണ് തീ പടർന്നത്. വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ചൂണ്ടൽ പഞ്ചായത്തിൽ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തിനെതിരെയുള്ള ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ പദയാത്ര സമാപിച്ചു. ചോറ്റിലപ്പാറയിൽ KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര ഉദ്ഘാടനം ചെയ്ത കുറ്റവിചാരണ പദയാത്ര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പ്രയാണം നടത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വെട്ടുകാടാണ് സമാപിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ ക്യാപ്റ്റനായും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ, കേരള കോൺഗ്രസ് നേതാവ് നസീർ കേച്ചേരി എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായും CMP ഏരിയ സെക്രട്ടറി KS ബെന്നി മാനേജരുമായി നടന്ന കുറ്റവിചാരണ പദയാത്ര ആദ്യ ദിനത്തിൽ മഴുവഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തലക്കോട്ടുകരയിലും രണ്ടാം ദിവസം ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് വെട്ടുകാടും സമാപിച്ചു. പദയാത്രയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റന്മാർക്കും മാനേജർക്കും പുറമെ UDF നേതാക്കളായ K ജയശങ്കർ, P മാധവൻ, യൂസഫ് മാസ്റ്റർ, CT പോൾ, ആൻഡോ പോൾ, ബാലചന്ദ്രൻ പൂലോത്ത്, MN ഷംസുദ്ദീൻ, AM ജമാൽ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, റംല മജീദ്, PA സാദിഖ്, നജീബ് ആയ്മുക്ക്, TO സെബി തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ അധ്യക്ഷനായി. P മാധവൻ, ആൻഡോ പോൾ, ഫാറൂഖ് പട്ടിക്കര, MA സുബൈർ, MM മുഹ്സീൻ എന്നിവർ സംസാരിച്ചു. പഞ്ചാബിലെ ലുധിയാനയിൽ ചേർന്ന DYFI രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത KF ഡേവിസിനെ DYFI മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DYFIയുടെ പ്രഥമ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന KF ഡേവിസിന്റെ മറ്റം മാർക്കറ്റ് റോഡിലുള്ള വസതിയിലെത്തിയാണ് DYFI നേതാക്കൾ ആദരിച്ചത്. DYFIയുടെ 45ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആദര ചടങ്ങ് സംഘടിപ്പിച്ചത്. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS സൈഫുദ്ദീൻ ഡേവിസിന് മൊമന്റോ നൽകി ആദരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KM ജിജിൽ, മറ്റം മേഖലാ സെക്രട്ടറി ശരത് രാമനുണ്ണി, മേഖലാ ട്രഷറർ ദേവിക ഷാജി, എക്സിക്യൂട്ടീവ് അംഗം സേതു കൃഷ്ണ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഐശ്വര്യ, രേഷ്മ, ഇവാൻ എന്നിവർ ആദര ചടങ്ങിൽ സംബന്ധിച്ചു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ.
കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണിത്. പിന്നെ മാത്രമല്ല അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. ഒരു വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര നായരങ്ങാടി സെന്ററിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മിനി ഹൈമാസ്റ്റിന്റെ സ്വിച്ച് ഓൺ നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സ്മിത ഷാജി, പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാൻ ഷാജി കുയിലത്ത്, വാർഡ് വികസന സമിതി അംഗങ്ങളായ CL ചെറിയാൻ, CK മുരളി, ലിയോൺസ് തലക്കോട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,10,000 രൂപ ഉപയോഗിച്ച് മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. SFI DYFI നേതാവായിരുന്ന ഫാസിലിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPIM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പഞ്ചാരമുക്ക് സെന്ററിൽ നടന്ന ഫാസിൽ അനുസ്മരണ ചടങ്ങ് SFI സംസ്ഥാന പ്രസിഡന്റ് MS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KS ബിജു അധ്യക്ഷനായി. MA ഷാജി, ബിന്ദു അജിത് കുമാർ, CJ ബേബി, CV സുരേഷ് എന്നിവർ സംസാരിച്ചു.